നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആട് 3 സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ നടൻ വിനായകൻ ആശുപത്രി വിട്ടു. തൊടുപുഴയിൽ നടന്ന സംഘട്ടന രംഗങ്ങൾക്കിടെയാണ് താരത്തിന് പേശികൾക്കും ഞരമ്പുകൾക്കും ക്ഷതമേറ്റത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ഡോക്ടർമാർ 2 മാസത്തോളം വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴുത്തിനും തോളിനും പരിക്കേറ്റതിനാൽ സംസാരിക്കാനും അനങ്ങാനും ബുദ്ധിമുട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കർണാടകയിലെ ചിത്രദുർഗയിൽ സ്ലീപ്പർ ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് 17 പേർ മരിച്ചു. ക്രിസ്തുമസ് പുലരിയിൽ ഹിരിയൂരിൽ ദേശീയപാത 48-ലാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. ബാംഗ്ലൂരിൽ നിന്നും ഗോകർണത്തിലേക്ക് പോകുകയായിരുന്ന സ്ലീപ്പർ ബസ്സിലേക്ക് ഡിവൈഡർ മറികടന്നു വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഇടിച്ച ആഘാതത്തിൽ ബസിന്റെ ഡീസൽ ടാങ്ക് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ വഴിത്തിരിവ്. കേസിൽ പ്രധാനി എന്ന് കരുതുന്ന ഡയമണ്ട് മണി എന്ന ബാലമുരുകനെ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ വെച്ച് ചോദ്യം ചെയ്തു. ഇയാളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം ലക്ഷ്യമിട്ടും 1000 കോടിയുടെ വൻ കവർച്ചാ പദ്ധതികൾ ഇയാൾ ആസൂത്രണം ചെയ്തിരുന്നതായി പ്രവാസി വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിലെയും നഗരസഭകളിലെയും പുതിയ മേയർമാരെയും ചെയർപേഴ്സൺമാരെയും കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് ഇന്ന് നടന്നു. രാവിലെ 10:30-നാണ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:30-ന് ഡെപ്യൂട്ടി മേയർമാരുടെയും തെരഞ്ഞെടുപ്പ് നടന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിലാദ്യമായി BJP ഭരണത്തിലേറി. മുൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VV രാജേഷ് ആണ് മേയർ. വയനാട് തിരുനെല്ലി പനവല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. അപ്പപ്പാറ ചെറുമാതൂർ ഉന്നതി കോളനിയിലെ ചാന്ദിനിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത്. അപ്പപ്പാറ റോഡിൽ വനമേഖലയോട് ചേർന്ന ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.